ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാരി എന്ന് പറയുന്ന കമ്പനിയുടെ സോളാറിൽ വർക്ക് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ പമ്പ് വരുന്നത്. അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ്മേഴ്സിബിൾ പമ്പ്, അത് വരുന്ന മാക്സിമം വോൾട്ടേജ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ പവർ വരുന്നത് ഇത്ര HP ആണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് 0.75 HP ആണ് വരുന്നത്. അതായത് 1 HP തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് സബ്മേഴ്സിബിൾ നമ്മൾ വെള്ളത്തിലിടുന്ന സിസ്റ്റം, അതായത് വെള്ളത്തിൽ അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മോഡ്യൂളും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ഇത്രയും വരുന്നത്. അതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഹെഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എത്ര മീറ്ററാണ് ഹെഡ് വരുന്നത്, എത്ര മീറ്റർ നമുക്ക് മാക്സിമം മുകളിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന മറ്റേ മോട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഈ പറയുന്ന താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് സബ്മേഴ്സിബിൾ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബോർവെല്ലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് മോട്ടർ പോലത്തെ തന്നെയാണ് സെയിം തന്നെ ഉപയോഗിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് 3 ഫേസ് ആണ്. 3 ഫേസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല വെയിറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. നല്ല അതിൻ്റെ കണക്ഷൻസ് ആണ് ഈ പറയുന്നത്. RYB എന്ന് പറയുന്ന 3 വയറുകളാണ് വരുന്നത്. സാധാരണ നമ്മൾ സബ്മേഴ്സിബിൾ ഉപയോഗിക്കുന്ന പോലെ സിംഗിൾ ഫേസിൽ, അതായത് 220 വോൾട്ടിൽ നമ്മൾ സാധാരണ സബ്മേഴ്സിബിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത് RYB എന്ന് പറയുന്ന രീതിയിൽ. പക്ഷേ വർക്ക് ചെയ്യുന്നത് DC-യിലാണെന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഈ മോഡ്യൂൾ അതിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇങ്ങനെ വെച്ച് മോഡ്യൂൾ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ ബോർവെല്ലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മോട്ടറാണ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ കണക്ഷൻസ് എടുക്കുന്നത്. ഇനി അതിൻ്റെ പാനൽ സിസ്റ്റമാണ് വരുന്നത്. വാരിയുടെ തന്നെയാണ് പാനൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് അതിൻ്റെ സ്വിച്ചിൻ്റെ മോഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ MCB സെക്ഷൻ വരുന്നുണ്ട്, അതായത് ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ കണക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണക്ഷൻസും വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് വരുന്നത് സോളാർ പാനലാണ്, ഔട്ട്പുട്ട് വരുന്ന RBIB വരുന്നുണ്ട്. പിന്നെ സെൻസറുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് വാട്ടർ ടാങ്കിൽ ഉപയോഗിച്ച് വാട്ടർ ടാങ്കിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം വരുന്നതിന് വേണ്ടിയിട്ട് സെൻസറും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ ടാങ്ക് നമുക്ക് ഈ ഒറ്റ മോഡ്യൂൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വാട്ടർ ടാങ്ക് ഓൺ ഓഫ് നമ്മൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ സെൻസർ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അതുകൊണ്ട് അതിൻ്റെ ബാക്കാണ് വരുന്നത് സോളാർ പാനലിൻ്റെ പ്ലസ് മൈനസ്. സോളാർ പാനലിൽ നിന്ന് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സോളാർ പാനലുകൾ നമ്മൾ വെക്കുന്നത്. ഇതിൽ നിന്നുള്ള ഔട്ടാണ് നമുക്ക് അതിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. എത്ര വോൾട്ടേജാണ് മാക്സിമം കൊടുക്കേണ്ടത്, അതിൽ മിനിമം എത്ര വേണം എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സോളാർ പാനൽ നമ്മൾ കൊടുക്കണം. അതിനുള്ള സോളാർ പാനൽ ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തതിന് ശേഷം ഇൻപുട്ടിൽ നമ്മൾ സോളാർ പാനലിൻ്റെ പ്ലസ് മൈനസ് സ്ട്രിങ്ങുകളായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അവസാനമായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്ന RYB എന്ന് പറയുന്ന മോട്ടറിലേക്ക് പോകുന്നത് പമ്പ്. കണ്ട, മോട്ടർ പമ്പിലേക്ക് പോകുന്ന ഔട്ട് വരുന്നത് RYB എന്ന് പറയുന്ന സിസ്റ്റമാണ് വരുന്നത്. RYBയിലേക്ക് നമ്മൾ നേരെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. RYB എന്ന് പറയുന്ന കളർ കോഡ് ഉണ്ടോ, ആ കളർ കോഡിലേക്ക് തന്നെയാണ് നമ്മൾ അത് കണക്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ആ കളർ കോഡ് തന്നെ കൊടുക്കണം, മാറിപ്പോകരുത്. ഇനി പോകുന്ന ടാങ്കിൻ്റെ സെൻസറാണ്. ടാങ്കിൻ്റെ സെൻസറിലേക്ക് പോകുന്ന വയറുകളാണ് ഈ കാണുന്നത്. ടാങ്കിൻ്റെ സെൻസറിലേക്ക് പോകാനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം കൂടി ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മളൊന്നും അറിയേണ്ട കാര്യം വരുന്നില്ല. ടാങ്കിൽ വെള്ളം തീർന്നു കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കും. വെള്ളം ഫുള്ളായി ടാങ്ക് വെള്ളം ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആവും. അതിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും, അതായത് അതിലേക്ക് പോകുന്ന വോൾട്ടേജും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് DC വോൾട്ടേജാണ് വരുന്നത്. 180 വോൾട്ടേജാണ് വരുന്നത്. 180 വോൾട്ടേജ് അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് മാക്സിമം ഇൻപുട്ട് DC വോൾട്ടേജ് 280 വോൾട്ടേജ്, ഔട്ട്പുട്ട് MPPT ഔട്ട് വരുന്നത് മാക്സിമം 80 to 135 വോൾട്ടേജ് വരുന്നത് വോൾട്ടേജ് റേഞ്ച്. ഔട്ട്പുട്ട് വരുന്നത് 115 വോൾട്ടേജാണ് ഔട്ട്പുട്ട് വരുന്നത്. അതിൻ്റെ മാക്സിമം പവർ വരുന്നത് 9 ആംപിയറാണ് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. അതും ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കണ്ടോ മാർക്ക് ചെയ്തത്. 7 വോൾട്ടേജ് ഉണ്ടാവും. അതായത് 1 HP വരുന്ന മോട്ടറിൽ അതിൻ്റെ ആംപിയർ റേറ്റഡ് ഓയിൽ 7 ആംപിയറാണ് അത്
എടുക്കുന്നത്. നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കണ്ട 80 to 135 വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നുണ്ട്, 115 വോൾട്ടേജ്. അത് തന്നെ ആംബിയർ നമ്മൾ പമ്പിൽ കണ്ടത് 7 ഇതിൻ്റെ അകത്ത് വരുന്നത് 9 ആംബിയറാണ്. എന്തായാലും പമ്പിനേക്കാൾ കൂടുതലായിരിക്കണം ആംബിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വാരിയുടെ പ്രൊഡക്ട്സുകളെ കുറിച്ച് അറിയണമെന്നും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് 1 HP, അര HP വരുന്നുണ്ട്, 1 HP, 2 HP ഒക്കെ വരുന്നുണ്ട്. സോളാറിൻ്റെ തന്നെ പല പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.